കോഴിക്കോട് പേരാമ്പ്ര ചാലിക്കരയിൽ മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപം കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും വേറിട്ട നിലയിലാണ്. അസ്ഥികൂടത്തിന് 1 മാസത്തെ പഴക്കം കണക്കാക്കുന്നു. സരീഷ് ചേരുന്നു കോഴിക്കോട് നിന്ന്. സരീഷ്, 1 മാസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു ഇത് കണ്ടെത്തിയത്? ഇത് ഉച്ചയോടെയാണ് ഈ അസ്ഥികൂടം കണ്ടെത്തുന്നത്. പ്രദേശവാസികളിൽ ഒരാളായ കാക്കാമുക്കൂൽ മീത്തൽ കുഞ്ഞിക്കണ്ണനെ കഴിഞ്ഞ കുറെ നാളുകളായി വീട്ടിൽ നിന്ന് പുറത്ത് കണ്ടിരുന്നില്ല. അദ്ദേഹം വീട്ടിൽ തനിച്ചായിരുന്നു താമസം. പക്ഷേ 1 മാസത്തോളമായി ഇദ്ദേഹം പുറത്തേക്ക് വന്നിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിക്കണ്ണന്റെ ബന്ധു വിദേശത്ത് നിന്നും ഫോൺ വിളിച്ചു പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾ ഈ വീട്ടിൽ ആദ്യം പരിശോധന നടത്തുന്നു. ആ കുഞ്ഞിക്കണ്ണനെ അവിടെ വീട്ടിൽ കാണാതായ സാഹചര്യത്തിൽ സമീപത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീടിന് സമീപത്ത് തന്നെ വെച്ച് ഒരു അസ്ഥികൂടം കണ്ടെത്തുന്നത്. ആ അസ്ഥികൂടം തിരിച്ചറിയാനാവാത്ത വിധം ദ്രവിച്ചിരുന്നു. കാരണം 1 മാസത്തോളം പഴക്കമുണ്ട്. ഈ തലയോട്ടിയും അതോടൊപ്പം തന്നെ എല്ല് ഭാഗങ്ങളും വേർപെട്ട നിലയിലാണ്. തുടർന്ന് ഈ നാട്ടുകാർ തന്നെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. പോലീസും ഫോറൻസിക് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പരിശോധന ഉൾപ്പെടെ നടത്തും. നിലവിൽ ഈ കുഞ്ഞിക്കണ്ണന്റേതാകാം മൃതദേഹം എന്നുള്ളൊരു പ്രാഥമികമായ നിഗമനമാണ് പോലീസിന് ഉള്ളത്. എന്തായാലും DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും ഇത് ആരുടെ മൃതദേഹമാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക. എന്തായാലും നിലവിൽ പോലീസ് ഈ മൃതദേഹം അല്ലെങ്കിൽ ഈ അസ്ഥികൂടം കസ്റ്റഡിയിലെടുക്കുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.